ഒരാള് വരുന്നുണ്ട്, രണ്ടുപേര് വരുന്നുണ്ട്. സർപ്രൈസ് സർപ്രൈസ്. അപ്പൊ എങ്ങനെ അമ്മേനെ കൊണ്ടുവന്നു എന്നുള്ള കഥ. അഡ്മിറ്റ് ആക്കണം നിന്നെ. ഓൾറെഡി അഡ്മിറ്റ് ആണ്. ഭയങ്കര കഫക്കെട്ടുമാണ് സംഭവിക്കും. തലവേദന, മേലുവേദന ഒക്കെയാണ് കേട്ടോ. അയ്യോ, ക്യാമറ വലിച്ചുകൊണ്ട്. ഹോസ്പിറ്റലാണോ ഹോട്ടലാണോ? ഞാൻ ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും. ദാണ്ട നിൽക്കുന്ന ഒരാള് സെറ്റായി വീട്ടിൽ പോകാൻ നിൽക്കുവാട്ടോ. ഇന്ന് വീട്ടിൽ കുഞ്ഞിപ്പണ്ണൊക്കെ പനിയൊക്കെ കുറവുണ്ട്. ഇന്നലെ രാത്രി പനിച്ചൊന്നുമില്ല, നല്ല സുഖമായിട്ട് ഉറങ്ങി. കുറേ നേരം രാവിലെ 10 മണി ആയിപ്പോട്ട് എണീച്ച് നല്ല ഉറക്കമായിരുന്നൊക്കെ കഴിച്ച് നല്ല ഉഷാറായി. എന്നാലും ഒട്ടും മരിച്ചില്ല അല്ലേ? ഇല്ല, പനി കുറഞ്ഞു കേട്ടോ. പനി നല്ല പോലെ കുറഞ്ഞു. ഇപ്പൊ 93 അങ്ങനെ നോർമലായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണാണ് എണീച്ച് ഉഷാറായിട്ടുണ്ട്. കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ പെണ്ണ്. അപ്പോൾ ഡോക്ടർ റൗണ്ട്സിൽ വരാൻ ടൈം ആയിട്ടുണ്ട്. ഡോക്ടറിനെ കണ്ടിട്ട് എന്താ പറയണമെന്ന് അറിയത്തില്ല. ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് അറിയത്തില്ല കേട്ടോ. നമുക്ക് ഡോക്ടർ വന്നു കഴിയുമ്പോൾ അറിയാം എന്താ സ്ഥിതിന്ന് അല്ലേപ്പാ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഫ്രഷൊക്കെ ആക്കിയിട്ട് കുഞ്ഞിപ്പെണ്ണ് നാണ്ട് ഇതിലേക്ക് ഇറങ്ങിയൊക്കെ നടക്കുമായിരുന്നു. കുറേ നേരം കുറേ സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിലിൻ്റെ ഇടയിലൊക്കെ കയറി അവിടെ കൈയൊക്കെ ഇട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇന്നലെ നോക്കാൻ പറ്റിയില്ലല്ലോ. ഇവിടെ ഒരു പ്രാവുണ്ട് കേട്ടോ. ഇതിന് മേലെ കണ്ടാ, മേലെ പ്രാവും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് പ്രാവുകൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കും. കുറന്ന് ഒച്ചപ്പാടുണ്ടാക്കും. അങ്ങനെയല്ല, അണ്ണാനല്ലേ? അല്ല, ശരി, മങ്കി. ഇതല്ല, പ്രാവ്. പ്രാവ് ഇങ്ങനെ വരുമായിരുന്നു. രാവിലെ നേഴ്സ് വന്നിട്ട് വിളിച്ചിട്ട് ഇവനാണെ വാതിൽ തുറക്കാൻ എണീക്കുന്നില്ല. ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങണേ, പെണ്ണ് കരിഞ്ഞിട്ട് കൂടെ പുറപ്പെട്ടിട്ട് ഒറ്റ കിടത്താ. എനിക്ക് ക്ഷീണമായി പോയിട്ടോ. എനിക്ക് ഭയങ്കര ജലദോഷം. എനിക്ക് ഭയങ്കര തൊണ്ടയ്ക്ക് ഭയങ്കര ഇതാട്ടോ വേദനയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനാണെങ്കിലും ഇന്നലെ മരുന്നും കഴിച്ചു ഞാൻ ഒറ്റ ഉറക്കം ഉറങ്ങി. പിന്നെ രാവിലെ ആയപ്പോഴാണ് ബോധം വന്നേ. കുഞ്ഞിപ്പെണ്ണിനെ കുറച്ച് ഫീഡ് ചെയ്തിട്ടല്ലേ ഡോക്ടർ വരുമ്പോഴത്തേക്കും വഴക്കാവും കേട്ടോ. അപ്പൊ കൂട്ടുകാർ, ഇന്നത്തെ ദിവസത്തിൽ വേറെ പ്രത്യേകതയുണ്ട്. അതെ, ഇന്ന് സദ്യയാണ്. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കണ്ടോ. അപ്പൊ സദ്യയൊക്കെ വാങ്ങിയിട്ടുണ്ട്. നല്ല സദ്യ ഊണ്. അതിന്ന് നമുക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്. ഇന്നെന്താ പ്രത്യേകത എന്ന് വെച്ചാല്, ഇന്ന് നമ്മള് ഒന്നിച്ചിട്ട് 4 വർഷം. 4 വർഷമായല്ലോ. 4 വർഷല്ലേ? കുറെ വർഷമായല്ലോ കേട്ടോ. അപ്പം 4 വർഷം പൂർത്തിയായി കൂട്ടുകാരെ. വെഡിങ് ആനിവേഴ്സറി അല്ല, നമ്മള് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇന്ന് 4 വർഷമാണ് കൂട്ടുകാരെ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഹോസ്പിറ്റലിലാണ്. നമ്മള് ചിയേഴ്സ് കണ്ടോ, ചിയേഴ്സ് അടിച്ചോ. കുറേ കറികളുണ്ട് കേട്ടോ, കുറേ കൂട്ടം കറികളുണ്ട്. പായസം, രസം, തൈര്, ചമ്മന്തി, അച്ചാറ്, കുറച്ച് എന്തായിരുന്നു, അവിയല്, കൂട്ടുകറി, ചമ്മന്തി, മോര് കറി, മീൻ കറി, കുറേ കൂട്ടമുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണാണെങ്കിലും നാട് ഫുഡ് കഴിക്കാൻ നൈസായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെ ഇരുന്ന് ഓരോ പറ്റി പറക്കി കഴിക്കുന്നുണ്ട് കേട്ടോ. സ്കൈ സമയമില്ല ചോദിഞ്ഞട്ടെ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് രാവിലെ എണീച്ച് കുറച്ച് 2 വട്ടം വൊമിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് വിടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇന്ന് ഡിസ്ചാർജ് ആവാൻ സാധ്യത കുറവാണ്. ഡോക്ടർ എന്താ വരും? ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ല. ഉച്ചയായി സമയം, ഇതുവരെ ഡോക്ടർ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വെയിറ്റിംഗ് ആണ് ഡോക്ടർ വരാൻ വേണ്ടിയിട്ട്. അതെ, 1:30 കഴിഞ്ഞ സമയം. അപ്പൊ എന്തായാലും ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടർ എന്താ പറയുന്നത് നോക്കണം. പിന്നെ ഇന്നത്തെ ദിവസം 4 കൊല്ലമായി നമ്മള് ഇതുപോലെ ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാട്ടോ നമ്മള് ആഘോഷിക്കുന്നത്. അത് ഹോസ്പിറ്റലില്. ഇത് ഹോസ്പിറ്റലാണോ ഹോട്ടലാണോ? ഞാൻ പക്ഷെ വീട്ടിൽ നിന്ന് എല്ലാവരും മറന്നു എന്ന് തോന്നുന്നു. കുഞ്ഞു ഹോസ്പിറ്റലായിട്ട് കാരണം മമ്മി കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞോളൂ എന്നോട്, എന്റെ പൊന്ന് 4 വർഷമായി നോർത്താ വയ്യ പൊന്നു വന്നിട്ട്. പിന്നെ വീട്ടിലാണേലും പപ്പയ്ക്കും മമ്മിക്കും തീരെ വയ്യാട്ടോ. അവർക്ക് പനി പിടിച്ച്. പിന്നെ എനിക്കാണ് പനീന്റെ സ്റ്റാർട്ടിങ് ആയി. പറഞ്ഞില്ലായിരുന്നു, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറയുന്നുണ്ടല്ലേ? അപ്പൊ എനിക്ക് നൈസായിട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് മെഡിസിൻ എടുത്തു കേട്ടോ. ഇവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് മെഡിസിൻ എടുക്കാൻ ഭയങ്കര മടി. ഞാനും കഴിക്കട്ടെ കേട്ടോ, അത് പെട്ടെന്ന് കറി ചെയ്ത് തന്നു. ഫുഡ് കഴിച്ചിട്ട് കാണാം. സൂസി ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. കേട്ടോ, കുഞ്ഞേച്ചി എന്നെ മറന്നു കേട്ടോ. ഞാൻ വന്ന ദിവസമെന്നൊക്കെ കുഞ്ഞേച്ചി മറന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇത് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ.
കൊതുത്തട്ടെ തൊണ്ടി വെണ്ടി വെട്ടിക്കീറി റോസാപ്പൂ സോറി ഏമ്പൊക്കെ വന്ന അത് കാരണം കൊതുകുത്താൻ പറ്റില്ല. എന്റെ പൊന്നു കഴിച്ചോടി ഭയങ്കര ആലോചന പറിച്ചെടുക്കും കേട്ടോ കയ്യിലിട്ട് ട്രിപ്പ്. എൻ്റെ ദൈവമേ വിക്രസാക്കണ്ടോ ഇടയ്ക്ക് ഓട്ടക്കണ്ടിട്ട് അതിലേക്ക് അങ്ങ് നോക്കിയിട്ട്. അയ്യാ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി. ഡോക്ടർ വന്നു. ഇതേ കുഞ്ഞിപ്പെണ്ണ് ഓക്കെ ആയിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. വയറ്റിൽ കുഞ്ഞു കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടേ ഹാപ്പി ആണ്ടേ. ഹലോ മേഡം. അയ്യോ ഉറങ്ങിപ്പോയിട്ടോ കുഞ്ഞിപ്പെണ്ണ്. ഉറങ്ങിയോ? അയ്യോ കൂർക്കം വലിച്ചാണോ ഉറങ്ങിയേ? കള്ളക്കുറുമ്പി കുറുമ്പാട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് ഓക്കെ ആയപ്പോ ദേ ഒരാള് പനി പിടിച്ച് കിടക്കണോ. കുഞ്ഞാ സാമ്പോയ്ക്ക് പനി പിടിച്ചു കേട്ടോ കൂട്ടുകാരെ. അപ്പയ്ക്ക് പനി പിടിച്ചു. മെല്ലെ മെല്ലെ അപ്പയ്ക്ക് പനി പിടിച്ചു ആണ്ടേ. എന്നാ ഞാൻ ഇവിടെ തന്നെ കിടന്നേക്കാം. വിളിക്കപ്പേന്ന് ഒച്ചത്തില്. എന്ത് എക്സസൈസ് ചെയ്യുന്ന എൻ്റെ മുടിയിലിടുന്നത് അവൾ ഊരിക്കൊണ്ട് പോട്ടോ. തരില്ലടി ഞാൻ നിന്നെ. ആ അപ്പയ്ക്ക് വാവൂ. അപ്പനെ വിളിച്ചേ. ഒച്ചത്തിൽ വിളിക്കുന്നല്ലേ അപ്പ കേക്കൂ. സാമ്പോന് ഇപ്പോൾ ഡോക്ടർ വന്നേരം ഡോക്ടർ കാണിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് കിടക്കുന്ന കേട്ടോ. ഭയങ്കര കഫക്കെട്ടുമാണ് സംഭവിക്ക്. തലവേദന മേലുവേദന ഒക്കെയാണ് കേട്ടോ. അയ്യോ ക്യാമറ വലിച്ചുകൊണ്ടുപോകല്ലേ. ആ മേഡം എങ്ങനെയുണ്ട്? സുഖമാണോ? ചുണ്ടിട്ട് പനി സുഖമാണോ? അവിടെ കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. സ്കൈ എങ്ങനെയാ ഉറങ്ങണേ? എങ്ങനെയാ? ആ ഉറങ്ങിട്ടോ കൂട്ടുകാരെ. കുഞ്ഞാ അഡ്മിറ്റ് ആക്കണോ നിന്നെ? ഓൾറെഡി അഡ്മിറ്റ് ആണ്. നീ ഇവിടെ എണീച്ചിരിക്കും വീഴും തന്നെ പരിപാടി കേട്ടോ. ഞാനാണ് ഇവിടെ ബോറടിച്ചിരിക്കും കേട്ടോ കൂട്ടുകാരെ. ബോറടിക്കാനുള്ള സമയമൊന്നും എനിക്ക് ഇവർ രണ്ടുപേരും തരില്ല. നീ ചെത്തി തിന്ന്. ഞാൻ വെള്ളം കുടിക്കും. വീട്ടിൽ നിന്ന് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന്. അണ്ടേ അപ്പം മൂളണു. വിളിക്കപ്പേന്ന് വിളിക്കേ. നല്ല എണീക്കട പൊന്നെ. ആട്ടെ ഇരിക്ക്. പോവാം. പപ്പയും മമ്മി എന്തിയേ? പപ്പയും മമ്മി എന്തിയേ? കൈ വേദനിച്ചൂടി. നേരെ പിടിച്ച്. വീഴുന്നില്ലല്ലോ. കൈ നേരെ വെച്ചേ. ഈ വിക്രസൂട്ടീനെയും കൊണ്ടുണ്ടല്ലോ കൈ നേരെ വെക്കത്തില്ല. അങ്ങനെ കിടന്നോട്ടോ. പൊതച്ചോ. ചേമ്മൻ്റെ കുഞ്ഞുമാവ് ഒടുങ്ങിയിട്ടാ. വാവ് അങ്ങനെ കൂട്ടുകാരെ സാമ്പത്തികം കൂടെ പനി പിടിച്ചതോടെ മൊത്തത്തിൽ അവതാളത്തിലായിട്ടുണ്ട്. എന്നറിയാം ഇന്ന് ഡിസ്ചാർജ് ആവില്ല കുഞ്ഞിപ്പെണ്ണിന്. കുറച്ച് നേരം ഉറങ്ങട്ടെ കേട്ടോ കൂട്ടുകാരെ. വേറൊന്ന് ചെയ്യാനിവിടെ. അയ്യാടാ ഇപ്പൊ സമയം 3:30 കുഞ്ഞാ. ഇച്ചേ ഈ ഒരു സമയമൊക്കെ ആയപ്പം സംഭവം എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഒരു സമയമല്ലല്ലേ അടച്ചാ. ഇവനാണെ വയ്യ കേട്ടോ. അത് കാരണം എനിക്കൊന്നും പറയാനൊന്നും തോന്നുന്നില്ല. അത് പറയായിരുന്നു എടാ അങ്ങ് വാടാ. ചേ രണ്ട് വിളി ഞാൻ വിളിക്കും. അപ്പം പറയും ഞാൻ ഇച്ചിരി നേരം ഉറങ്ങട്ടെ എന്ന് പറയും. അപ്പം എങ്ങനെ അമ്മേനെ കൊണ്ടുവന്നു എന്നുള്ള കഥ. ഇവനുണ്ടല്ലോ ഊടായിപ്പാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കൂട്ടുകാരെ. ഉറങ്ങാൻ വേണ്ടിയിട്ട് വയ്യാന്ന് പറയുന്നവനവൻ. ഡേ ഉറങ്ങി കഴിയുമ്പോൾ കുറയുന്നാലേ
സാമ്പാർ ഒന്ന് ഓക്കെ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ലോഞ്ഞു അപ്പയ്ക്ക് വാവുവാന്ന്. അപ്പോൾ കൂട്ടുകാരെ ഞാൻ നാട്ടിൽ ഉറക്കം കഴിഞ്ഞ് എണീച്ചിട്ട് ഇപ്പം ഉഷാറായി പോയി കുഞ്ഞാണ് ഫ്രഷ് ഒക്കെ ആയിട്ട് കുഞ്ഞിപ്പണ് നല്ല ഉറക്കത്തിലാട്ടോ. ഇപ്പോൾ ഒരാൾ വരുന്നുണ്ട്, 2 പേര് വരുന്നുണ്ട്. സർപ്രൈസ് സർപ്രൈസ്. പക്ഷെ കുഞ്ഞിപ്പണ് ഉറക്കത്തിലാണല്ലോ. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിപ്പോയിട്ടോ. പക്ഷെ ഒച്ച കേട്ടാ എണീക്കുന്നാണ് എൻ്റെ വിശ്വാസം. എന്റെയോ നമുക്ക് നോക്കാം. അതിന് മുട്ടി എന്റെ പൊന്ന് കുഞ്ഞിപ്പണ് നല്ല ഉറക്കത്തിലാണ്. രണ്ടു പേർക്കും ജലദോഷം കേട്ടോ. ഇപ്പൊ എനിക്കും അങ്ങനെ പനി ഒഴിച്ചു. അപ്പൊ എല്ലാവർക്കും ജലദോഷം പനിയാണ് ഫ്രണ്ട്സ്. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്താണ്ടേ കുഞ്ഞിപ്പണ് എണീച്ചട്ടോ. എത്ര നേരം എൻ്റെ ദൈവമേ ചാടപ്പാ. ഒളിച്ചിരിക്കുവാണോ? എന്റെ അമ്പോ ഒളിച്ചിരിക്കുക. കുഞ്ഞിപ്പന്നെ നേഴ്സ് വന്നു. അയ്യോ അപ്പടി സങ്കടായി പോയിട്ട് വേണ്ടിന്. കുഞ്ഞു വീച്ചു കൊണ്ടുപോയി. സിസ്റ്റർ വന്നു കറക്റ്റ്. ഭയങ്കര സങ്കടാട്ടോ പെണ്ണിന്. ദൈവമേ ചാക്കിച്ച് കുറ്റിയേ. അയ്യേ ഒച്ചയില്ലല്ലോ. എന്തോ ഒരു കരച്ചിലായിരുന്നു അറിയാമോ കുഞ്ഞിപ്പെണ്ണ്. ഇത്ര നേരം പപ്പയമ്മ നോക്കിയിരുന്നട്ടോ. ഇവളാണേൽ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പെണ്ണിനാണേൽ 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആയിട്ട് നേഴ്സുമാർ ഇഞ്ചക്ഷൻ ഒക്കെ മാത്രം ഭയങ്കര പേടിയാട്ടോ. ഭയങ്കര ഒരുമിച്ചായി പോയി. കുഞ്ഞിപ്പെണ്ണ് ഉറക്കം എണീച്ച് ഇങ്ങനെ നോക്കിയപ്പോ കണ്ടത് നേഴ്സിനെയും പപ്പയമ്മയും കൂടിയാ. പപ്പയും മമ്മിയും കൂടെ വിളിച്ചിട്ട് വന്നയാണോ എന്നുള്ളൊരു മൈൻഡ് ആയിപ്പോയി. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ പപ്പയമ്മ തിരിച്ചു പോയി. കൂട്ടുകാർ നല്ല മഴയെ പുറത്ത് 2 പേരും കുടയും ചൂടി തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ 2-3 പേര് പേഷ്യൻസ് ഫ്രണ്ട്സിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പോലൊരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു അങ്ങോട്ട് പോയില്ലായിരുന്നോ തുണിയൊക്കെ എടുക്കാൻ വേണ്ടി? ഇന്നലെ പോയപ്പോ ഇന്നലെ തുണിയൊക്കെ എടുക്കാൻ വേണ്ടി പോയപ്പോ ഞാനും കുഞ്ഞും തന്നെയായിരുന്നു. കുഞ്ഞു ഭയങ്കര ഛർദിയും പനിയൊക്കെ ആയിട്ടേ. അപ്പൊ ആ അമ്മ വന്നിട്ട് എന്റെ അടുത്ത് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ. ഗൂഡല്ലൂരുള്ള തമിഴ്നാട്ടില് ഗൂഡല്ലൂര് കേട്ടോ. ഭയങ്കര സ്നേഹമാ തമിഴ്നാട്ടില്. എല്ലാവർക്കും അതെ. ഭയങ്കര ആരെ കണ്ടാലും എന്താ അന്വേഷിച്ച് ഭയങ്കര കൾച്ചർ ഭയങ്കര രസാ തമിഴ്നാട്ടിൽ. ആ അമ്മയായിരുന്നു എനിക്ക് റൂം മാറാൻ നേരത്ത് ബാഗൊക്കെ കൊണ്ട് തന്നതും. പാവട്ടോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. പപ്പയും മമ്മിയും തിരിച്ചു പോയി. ഞങ്ങള് അവിടെ പോയി റൂമിൽ പോയി അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് ഇനിയിപ്പോ കുഞ്ഞിപ്പെണ്ണ് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കടത്തി ഉറക്കാൻ നോക്കുക കൂട്ടുകാരെ. എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഡ്രസ്സ് മാറാൻ ഡ്രസ്സും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പപ്പയും മമ്മി. അപ്പൊ ഈ ഡ്രസ്സൊക്കെ മാറി സെറ്റായി അവിടെ ഉറങ്ങണം. മരുന്ന് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണ്ടേ, ഫുഡ് വാങ്ങിക്കണം കേട്ടോ. അതിന്റെ മരുന്ന് കൊടുത്തിട്ട് കറന്ന് ഉറങ്ങാൻ വേണ്ടി പോകും. അപ്പൊ അത്ര ഇന്നത്തെ വീഡിയോ. മറ്റു വീഡിയോ നാളെ കാണാം. ഇപ്പൊ ശരിക്കും നോക്കി പെണ്ണിപ്പൊ ചിരിക്കും കേട്ടോ. ഓക്കെ പെൺപിടി പറഞ്ഞപ്പോ